ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മണിക്കുട്ടി രാധികയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്ന സമയത്ത് മുത്ത് അടുത്തേക്ക് വരുന്നിട്ട് മണിക്കുട്ടി എന്ന് വിളിക്കുമ്പോഴേക്കും എന്താ മുത്ത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ ഒന്ന് നോക്കിക്കേ എന്ന് മുത്ത് പറയുവാണ്. അതിനുശേഷം മണിക്കുട്ടി മുത്തിനിങ്ങനെ നോക്കുക കേട്ടോ. നോക്കണ സമയത്ത് മുത്ത് മണിക്കുട്ടിയുടെ കണ്ണ് രണ്ടും ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കുവാണ്. എന്താ മുത്തേ, നിനക്ക് കണ്ണിന് വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല, എന്തു പറ്റി, അല്ല കണ്ണിന് എന്തെങ്കിലും പെയിനോ അല്ല എന്തെങ്കിലും വീർത്തിരിക്കണ പോലെ എന്തെങ്കിലും നിനക്ക് തോന്നണുണ്ടോ? ഇല്ല മുത്തേ, എന്താ കാര്യം ചോദിക്കുമ്പോൾ അല്ല, നീ ഇന്ന് ചടങ്ങ് നടക്കുന്ന സമയത്ത് പുഴയിലേക്ക് മുങ്ങി പൊങ്ങിയില്ലേ, അപ്പം നിന്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു മണിക്കുട്ടി എന്ന് മുത്ത് പറയുവാണ്. ആ സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാമി പറഞ്ഞല്ലോ ഒന്നും കൂടി മുങ്ങിയിട്ട് പൊങ്ങാനായിട്ട്. അപ്പം ഞാൻ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ആ ബ്ലഡ് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പോയായിരുന്നു, പക്ഷെ നിന്റെ കണ്ണിന് ബ്ലഡ് വന്ന് കണ്ടപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. എന്തായാലും നിനക്ക് സന്തോഷമായോ മണിക്കുട്ടി, അമ്മയുടെ ചടങ്ങൊക്കെ നന്നായിട്ട് ഞാൻ നടന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി മുത്തേ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ മുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഇവിടെ റെസ്റ്റ് ചെയ്യും, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് മുത്ത് അവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ ജയമോഹനെയാണ്. കാവ്യ ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയമോഹിനി കാവ്യയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. മോളെ കാവ്യ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ആ അമ്മ, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ പണിയിലാണോ ചോദിക്കുമ്പോൾ അതേ അമ്മ, കുറച്ച് പണി തീർക്കാനുണ്ട്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതെ, നീ സ്വാമി പറഞ്ഞത് കേട്ടതാണല്ലോ അല്ലേ? ആ, എല്ലാം കേട്ടതാ. എന്താ അമ്മ, എന്ത് പറഞ്ഞതാ? എല്ലാ രാധികയുടെ ആത്മാവ് ഇവിടെ കല്ലിന് തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് സ്വാമി പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ ആ, അതിനിപ്പോൾ എന്താ അമ്മേ, സ്വാമി നമ്മുടെ ശിക്ഷകയായിട്ടല്ലേ രക്ഷകയായിട്ടല്ലേ അമ്മേ നടക്കണമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക്, പക്ഷേ എനിക്ക് പേടിയാ മോളെ എന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ പേടിക്കണത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജയമോഹിനി ഭരത്ത് പറയുന്നുണ്ട്, അതെങ്ങനെ പേടിക്കാതിരിക്കും, രാധികേനെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഉപദ്രവിച്ചേക്കുന്നത് അമ്മയാണല്ലോ ചേച്ചി. ആ സ്വാമി പറഞ്ഞല്ലോ രാധികേനെ ഉപദ്രവിച്ചവരെയാണ് രാധിക പിടികൂടണെന്ന്. അപ്പം തുടങ്ങിയത് അമ്മക്ക് പേടി, അമ്മക്ക് മാത്രമല്ല എനിക്കും എന്ന് പറയുമ്പോൾ രാധിക അങ്ങനെയൊന്നും ചെയ്യലമ്മേ, രാധിക പാവമാണ് എന്ന് പറയുമ്പോൾ അവളെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്നും ആവാഹിച്ചിരുത്തിയാലോ മോളെ എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, വേണ്ടമ്മേ, നമ്മുടെ രക്ഷകയല്ലേ രാധിക, എന്തിനാ ആവാഹിച്ചൊക്കെ ഇരുത്തേണ്ട ആവശ്യം, അവൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്കൊരു കൂട്ടായിട്ട് എന്ന് പറഞ്ഞിട്ട് കാവ്യ അങ്ങോട്ട് പോവാണ്. കാവ്യ പോയിക്കുമ്പോൾ ഭരത്ത് പറയുന്നുണ്ട്, ജയമോഹൻ പറയുന്നുണ്ട്, ഷോ ഇവള് പോത്തിന്റെ ചെവിയിൽ വേദം ഓതിട്ട് ഒരു കാര്യമില്ലടെന്ന് പറയുമ്പോൾ അതെന്തിനാ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിയുടെ തന്നെ പോയി പറ എന്ന് അതിനുശേഷം നമ്മുടെ കൃഷ്ണ ഓരോരോ പണിയെടുക്കുന്ന സമയത്ത് കൃഷ്ണയുടെ അടുത്തേക്കും ജയമോഹിനിയും ഭരത്തും പോകുന്നുണ്ട്. മോനെ കൃഷ്ണ എന്ന് വിളിക്കുവാണ്. ആ സമയത്ത് കൃഷ്ണ കേൾക്കത്തില്ല, ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക. മോനെ മോനെ എന്ന് പറഞ്ഞ് ജയമോഹൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് ജയമോഹനെ കൃഷ്ണ നോക്കുക കേട്ടോ. അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ കൃഷ്ണ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ മോൻ തിരയണത്? എല്ലാം അമ്മ ഇപ്പം മോനെ എന്ന് വിളിച്ചത് ആരെയാണെന്ന് ഞാൻ നോക്കുമായിരുന്നു, ഭരത്ത് കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ, ഞാൻ വിളിച്ചത് മോനെ തന്നെയാ, മോനെ കൃഷ്ണ എന്നാണ് ഞാൻ വിളിച്ചത്. ഓ, എന്നെയാണോ? അല്ല, എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ അമ്മ, അത് മരുമകനും മോൻ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ. കാക്ക വലുതും മലന്ന് മറക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് കൃഷ്ണ നോക്കി കളിയാക്കുക കേട്ടോ. സമയത്ത് കൃഷ്ണ, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ ഇപ്പം ഇങ്ങോട്ട് വന്നെന്ന് പറയുവാണ്. ആ സമയത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കുമ്പോൾ അതെ, നിനക്കറിയാലോ ഇന്ന് സ്വാമി പറഞ്ഞ കാര്യം, രാധികയുടെ ആത്മാവ് ഇവിടെ കല്ലിന് തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന്, എനിക്ക് വല്ലാത്ത പേടിയാവുന്നു മോനെ എന്ന് പറയുവാണ്. അതിനെ രാധികയുടെ ആത്മാവ് ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ നമുക്ക് നോക്കാം, എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾ ഇപ്പം തന്നെ ആവാഹിക്കണതല്ലേ നല്ലത്, വേണ്ടമ്മേ, ആരെങ്കിലും ഉപദ്രവിക്കുമോ നമുക്ക് നോക്കാം, ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മ പറഞ്ഞ പോലെ ആവാഹിക്കുക, എന്താ ചെയ്യാം, എല്ലാം മോനെ ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ട, അമ്മയ്ക്ക് എന്തിനു പറയാനുണ്ടെങ്കിൽ അത് കാവ്യയെടുത്ത് പറ, എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാവ്യയാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ലാപ്ടോപ്പും തൂക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. ഭരത്ത് പറഞ്ഞ് ചെയ്യുമ്പോൾ എടുത്ത്, എനിക്ക് പേടിയാവണം, ഇപ്പം അടുക്കളയിൽ കയറാൻ പോലും പേടിയാണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എനിക്ക് പേടിയാണ്, കാരണം ആ രാധിക അടുക്കളയിലല്ലേ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് എന്ന് പറയുവാട്ടോ ഭരത്ത്. എനിക്കും അതേടാ അങ്ങനെ തന്നെയാ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാണിക്കണത് ജയമോഹനെയാണ്. മണിക്കുട്ടി ഓരോരോ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണൊക്കെ എഴുതിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും മുറിയിൽ. ജയമോഹന് പാത്തും പതുങ്ങിയും മണിക്കുട്ടി അടുത്തേക്ക് ഇങ്ങനെ വരാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കാൻ മണിക്കുട്ടി, ആരുമില്ല, അവളെ ചവിട്ടി പുറത്താക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. പെട്ടെന്നാണ് ജയമോഹനി നമ്മുടെ രാധികയുടെ ഫോട്ടോ കാണുന്നത്. അയ്യോ രാധിക, ഈശ്വര രാധിക, ഞാൻ ഒന്നും പറഞ്ഞില്ലേ, അറിയാണ്ട് പറഞ്ഞു പോയതാ, പഴയ ആ ഒരു ഫ്ലോവിൽ പറഞ്ഞു പോയതാ, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ മണിക്കുട്ടി അടുത്തേക്ക് പോവാ. മോളെ മണിക്കുട്ടി എന്ന് വിളിക്കുക കേട്ടോ. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അതേന്നേ, അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചോ മുത്തശ്ശി? മോൾ പഠിക്കുവാണോ? അതെ. എന്താ ചോദിക്കുകയാണ് മുത്തശ്ശി? ചോദിച്ചോ. അതെ, രാധിക മരിച്ചതിന് ശേഷം മോൾ എപ്പോഴെങ്കിലും മോളുടെ അമ്മേനെ കണ്ടിട്ടുണ്ടോ എന്ന് ജയമോഹന് ചോദിക്കുവാണ്.
ആ സമയത്ത് കുറച്ച് നേരം നമ്മുടെ മണിക്കുട്ടി ജയമോളുടെ മുഖത്തേക്ക് നോക്കുവാണ്. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ആ, ഞാൻ എൻ്റെ അമ്മേനെ എപ്പോഴും കാണാറുണ്ട് മുത്തശ്ശി. എപ്പോഴും കാണാറുണ്ടോ? എവിടെ? അമ്മ എൻ്റെ കൂടെ ഉറങ്ങാറുണ്ട്, ഞാൻ എഴുന്നേൽക്കുമ്പോൾ കൂടെ നിൽക്കാറുണ്ട്, എൻ്റെ കൂടെ ഇരിക്കാറുണ്ട്, എനിക്ക് ഭക്ഷണം വാരി തരാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ എപ്പോൾ ജയമോൻ ചോദിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് മുത്തശ്ശി എന്ന് പറയുവാണ്. അപ്പോഴേക്കും ജയമോഹനിക്ക് പേടി കൂടുക കേട്ടോ. അതിനുശേഷം ജയമോഹിനി നമ്മുടെ മണിക്കുട്ടിയുടെ മുമ്പിൽ കൈകൂപ്പിട്ട് പറയുന്നുണ്ട്, മോളെ മണിക്കുട്ടി, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ ആ മുത്തശ്ശിയുടെ പ്രായത്തിൻ്റെയാണ്, മോള് ക്ഷമിക്കണം കേട്ടോ. മുത്തശ്ശിയുടെ വൈരാഗ്യമൊന്നും വെക്കല്ലേ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി ഞാൻ എൻ്റെ സ്വന്തം മുത്തശ്ശിനെ പോലെ കാണുന്നത്. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഉണ്ടല്ലോ മോളെ, ഇനി രാധികയുടെ ആത്മാവ് മോളുടെ അടുത്ത് വരുമ്പോൾ മോള് പറയണം മുത്തശ്ശി ഒരു പാവമാണ്, മോളെ ഭയങ്കര കാര്യമാണ്, മോളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയണമെന്ന് പറയുമ്പോൾ മണിക്കുട്ടിക്ക് ചിരി വരുക കേട്ടോ. അതിനുശേഷം ജയമോന് പറയുന്നുണ്ട്, മോള് പറയൂ അങ്ങനെയൊക്കെ. അതിനെന്താ, ഞാൻ പറയാലോ, എൻ്റെ പുന്നാരം മോള്, എൻ്റെ മുത്ത് മോള് എന്നൊക്കെ പറയാട്ടോ മണിക്കുട്ടിനെ. അതിനുശേഷം പറയുന്നുണ്ട്, മോള് മറക്കരുത്, മുത്തശ്ശി ഭയങ്കര പാവമാണ്, മുത്തശ്ശി നല്ല പാവമാണ്. മോൾക്കറിയാലോ മോളുടെ അമ്മയുടെ എന്താണ് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും മോളുടെ അമ്മേനെ കുറിച്ച് ആലോചിച്ചിട്ടും മുത്തശ്ശിക്ക് ഇപ്പോൾ ഭയങ്കര വിഷമമാണ്. മോളെന്തായാലും അമ്മയുടെ ഇതൊക്കെ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ഇത് എന്താ പറ്റിയത് എന്നൊരു മണിക്കുട്ടി ഇങ്ങനെ ചിരിക്കുക കേട്ടോ. നീ എന്തിനാ ചിരിക്കണത് എന്ന് ജയമോൻ ചോദിക്കുമ്പോൾ എനിക്ക് ചിരി വന്നിട്ടെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി പൊട്ടിച്ചിരിക്കുവാണ്. അയ്യോ നീ ഇങ്ങനെ ചിരിക്കല്ലേ, അയ്യോ എന്താ മുത്തശ്ശിക്ക് വട്ടായോ, അയ്യോ മുത്തശ്ശിക്ക് വട്ടായേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി വീണ്ടും പൊട്ടിച്ചിരിക്കുക. അയ്യോ ഇവിടെ ചിരി കണ്ട് പേടിയാവുന്നല്ലോ, അയ്യോ രാധികെ എന്നെ ഉപദ്രവിക്കല്ലേ രാധികെ എന്നൊക്കെ ജയമോഹിനി പറയുക. മുത്തശ്ശി എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചിട്ട് മണിക്കുട്ടി വീണ്ടും ചിരിക്കുക. അയ്യോ രാധികെ എന്നെ ഉപദ്രവിക്കല്ലേ, നിന്നെ ഓപ്പറേഷൻ നടത്താതിനെ കാരണം, ഓപ്പറേഷൻ നടത്തിയാലും നീ ചത്തു പോകുമായിരുന്നടി, അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ നടത്താതിരുന്നത്, എന്നോട് ക്ഷമിക്കണേ രാധികെ, നിന്റെ മോളെ ഞാൻ ഇനി ഉപദ്രവിക്കല്ലേ രാധികെ എന്നൊക്കെ എന്നെ പറയുക കേട്ടോ. അയ്യോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് മണിക്കുട്ടി കൈ ഇങ്ങനെ ജയമോഹിനി കൈ ഇങ്ങനെ കൂപ്പി തന്നെ പുറത്തോട്ട് ഒരു ഒറ്റ ഓട്ടം ഓടിക്കൊടുക്കുക കേട്ടോ. ജയമോഹിനി പുറത്തേക്ക് ഓടി കഴിയുമ്പോഴേക്കും പിന്നെ വരുന്നത് മുത്താണ്. മുത്തിങ്ങനെ ജയമോഹിനി ഓടിയത് നോക്കി മണിക്കുട്ടി അടുത്തേക്ക് വരിക. മണിക്കുട്ടി മുത്തേ എന്ന് പറയുമ്പോൾ, അല്ല മുത്തശ്ശി ഇപ്പം എന്തിനാണ് മണിക്കുട്ടി ഓടിപ്പോയത്? എനിക്കറിയില്ല, ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പരിസര ബന്ധമില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു എന്ന് പറയുമ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ രാധികാമ്മ മുത്തശ്ശിനെ പേടിപ്പിക്കുമെന്നോ ഒരു പേടിയുണ്ട് ആൾക്ക്. എന്തായാലും മുത്തശ്ശിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മുത്ത്. ആ സമയത്ത് മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്ത് പണി? നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. മുത്തശ്ശിക്കും ഭരത്മാമനും കുറച്ച് പേടി കൂടുതലാണ്, മാത്രമല്ല നന്നായിട്ട് രാധികാനെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, അതിനൊരു പണി ഇന്ന് രാത്രി ഞാൻ കൊടുത്തിരിക്കും. പിന്നെ മണിക്കുട്ടി, ഞാൻ നിന്നെ രാധികാനിനെയൊക്കെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. എല്ലാം എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടാണ്. രാധികാൻ്റി എനിക്കെൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ എനിക്കിപ്പോൾ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, അതിനെന്താ കാവ്യാൻ്റി എൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് കാവ്യ മണിക്കുട്ടിനെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ മണിക്കുട്ടി ആലോചിക്കുക കേട്ടോ. അതിനുശേഷം മണിക്കുട്ടി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ട്, എനിക്ക് മരിച്ചുപോയ ഒരു അമ്മയുണ്ട് എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് മണിക്കുട്ടി, എൻ്റെ ഒരു അമ്മ മരിച്ചുപോയി, പക്ഷേ എൻ്റെ വേറൊരു അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, കാവ്യ അമ്മ. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ അമ്മ ഇപ്പോൾ ഒന്നാണല്ലേ എന്ന് മുത്ത് പറയുമ്പോൾ അതേ മുത്തേ എന്ന് മണിക്കുട്ടി പറയാണ്. അപ്പോൾ നമ്മൾ ആരാന്ന് ചോദിക്കുമ്പോൾ മുത്ത് എൻ്റെ കുഞ്ഞു പെങ്ങള്, അതുപോലെ തന്നെ മണിക്കുട്ടി എൻ്റെ കുഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുക. മണിക്കുട്ടി പറയുന്നുണ്ട്, എങ്കിലും എനിക്കൊരു ഉമ്മ മുത്തേ എന്ന് പറയുമ്പോൾ മുത്തൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ രാധികയുടെ ആത്മാവിനെ സന്തോഷമായ പോലെ രാധികയുടെ ആ ഫോട്ടോ കാണിക്കുന്ന എടുത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.